ഇത് അമലായിട്ട് ഉണ്ടാക്കിയ വീട്ടിലാണോ അതോ അമലിന്റെ ശരിക്കുള്ള വീട്ടിലാണോ? ഞാന് എന്റെ ഇപ്പൊ നിക്കണ വീട്ടിലാണ്. ഞാൻ ഉണ്ടാക്കിയ വീട് പുറത്തുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ ഒരു ചോദ്യം ഇപ്പൊ അമലിനോട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. വേലൂരിനെ പഠിക്കണ എവിടെ? ബ്രഹ്മകുളം. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. വണ്ടീനെ കുറിച്ചിട്ടുള്ള വീഡിയോ അല്ല, നമ്മളെ റേഡിയോ മാംഗോ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, 2 വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരാൾ വിളിച്ച RJ കാർത്തിക്, അങ്ങനെ ഇയാളുടെ പേര് ഞാൻ മറന്നു. ആൾ വിളിച്ച ഓടി എനിക്ക് ആൾ വാട്സപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റേഡിയോ മാംഗോ കാണാത്ത ആൾക്കാർക്ക് ഇപ്പോൾ വീഡിയോ പോലെ ഞാൻ വിഷ്വൽ വെച്ചിട്ട്, വിഷ്വൽ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ വിഷ്വൽ വെച്ചിട്ട് റേഡിയോ മാംഗോയുടെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ആ വോയിസ് ഇപ്പോൾ കേൾപ്പിക്കാം. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കയറി കാണാം റേഡിയോ മാംഗോയിൽ. ഞാൻ എന്താണ് പറഞ്ഞേക്കണേന്ന് നിങ്ങൾക്ക് വേണേ ഒക്കെ അറിയാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. പിന്നെ അതേപോലെ തന്നെ വണ്ടിയുടെ ഞാൻ എല്ലാ വീഡിയോ എടുക്കുമ്പോൾ വിചാരിക്കുന്ന കാര്യമാണ് വണ്ടിയുടെ പേരിൻ്റെ ഇത് പറയണത്. അപ്പോൾ ഈ പ്രാവശ്യം എനിക്കത് ഓർമ്മ വന്നായിരുന്നു, ഞാൻ പറയാണ്. എല്ലാവർക്കും അറിയാം നമ്മുടെ വണ്ടിയുടെ പേര് ജിപ്സിയാണ്. ഈ ജിപ്സി ആരെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എരനല്ലൂരുള്ള ഇൻഫൈൻ ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിത്തെ നിരന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടൻ നമുക്ക് 10 പൈസ പോലും വാങ്ങാണ്ട് ആൾ സ്വന്തമായിട്ട് ചെയ്ത് തന്നതാണിത്. എനിക്ക് നമ്മുടെ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ ഭാഗം എന്ന് പറയണത് ഈ ഒരു ഭാഗമാണ്. ഈ ജിപ്സിന്ന് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ചെയ്ത വീഡിയോയിൽ ഞാൻ ആളിനെ കുറിച്ച് പറയുക അല്ലെങ്കിൽ ആളിനെ കുറിച്ച് മെൻഷൻ ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ എനിക്കിപ്പോഴെ ഓർമ്മ വന്ന കാരണം പറയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിവുഡിൻ്റെ വർക്കാണ്. ഇതേപോലത്തെ വേറെ ടൈപ്പ് വർക്കുകളൊക്കെ ആൾ ചെയ്യുന്നുണ്ട്. ഇതേപോലത്തെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ അടുത്തോ അല്ലെങ്കിൽ എവിടെയായാലും താല്പര്യം ഉണ്ടെങ്കിൽ ആളുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കയറി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ അൽ റൈഡർ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ജിപ്സി ഞാൻ ഓടിച്ച കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഓടിച്ചിട്ടുള്ള മഹത് വ്യക്തിയാണ് ഇവിടെ ഇരിക്കുന്നത്, നമ്മുടെ ഇർഫാൻ. എൻ്റെ ഇർഫാൻ, ഞാനാണ് ഇതിനെ ചവിട്ടിയിരുന്ന ആള്. ഞാനിപ്പോൾ കൈപ്പറമ്പ് ഇവിടെ ആദ്യം കേച്ചേരി പോയി, പിന്നെ കൈപ്പറമ്പ് പോയി വന്ന് അവിടെ എല്ലാവരും കണ്ടപ്പോൾ ചോദിച്ചു. പിന്നെ അല്ലടാ, നീ ആദ്യമായിട്ട് കേച്ചേരിക്ക് ചവിട്ടുമ്പോൾ എങ്ങനെയായിരുന്നു? അപ്പത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു നിന്റെ? അപ്പത്തെ എന്താ വെച്ചാൽ ആദ്യത്തെ ചവിട്ടുമ്പോൾ ഒരു കാലിൻ്റെ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു. ഫസ്റ്റ് ചവിട്ടുമ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് ചവിട്ടണ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ബാലൻസിങ് ഒക്കെ എങ്ങനെയായിരുന്നു? ചെറിയ അങ്ങോട്ട് ആട്ടം പോകേണ്ട ആളും ഞാൻ, എന്നാലും ബാലൻസ് ചെയ്തിട്ട് ഓടിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കൈപ്പറമ്പിക്ക് ഓടിച്ചപ്പോ വല്ല വ്യത്യാസം തോന്നിയാണ്? ചവിട്ടുമ്പോ വല്ല വ്യത്യാസം തോന്നില്ല, സുഖമായി ചവിട്ടാൻ പറ്റുക. പിന്നെ ചവിട്ടാൻ സുഖമായി. ആദ്യം ചവിട്ടി കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ചവിട്ടിയപ്പോ സുഖമായിട്ട് ചവിട്ടാൻ പറ്റും. ഇപ്പൊ ഏകദേശം ഇവനൊരു 10 കിലോമീറ്റർ എങ്ങനെ പോയാലും ഇവൻ ചവിട്ടിണ്ടാവും. 10 കിലോമീറ്റർ കേട്ടോ ഞാൻ പറയണത്. പിന്നെ ആള് കുറേ നമുക്ക് വണ്ടിയിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആള് പറഞ്ഞു തന്നിട്ടുണ്ട്. ആളൊരു സൈക്കിൾ റൈഡറും കൂടിയാണ്. അപ്പോൾ അവൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അത് റെഡിയാവും. അത് സംഭവം നല്ല പരിപാടിയാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെഡിയാവും. അപ്പോൾ ഇനി നമുക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വോയിസ് കേൾക്കാം. വോയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ മാംഗോയിൽ ഞാൻ സംസാരിച്ചത് നമുക്ക് കേൾക്കാം. എന്നിട്ട് അത് കേട്ടിട്ട് എങ്ങനെയെന്നു പറയും. ചന്ദ്രേട്ടൻ എവിടെയാ? മൂവിയിലെ പാട്ടാണ് 9:29 ഞാൻ കാർത്തിക് ഓൺ റേഡിയോ മാംഗോ 92.7 ഇത് ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ് ആൻഡ്. നമുക്ക് ഈ ഒരു കാരവൻ ലൈഫ്, അങ്ങനത്തെ ഒരു ലൈഫ് ഇഷ്ടമാണെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ ഒരു പ്രൊസീജിയർ? നമ്മൾ എങ്ങനെയെങ്കിലും ഒരു വലിയ വണ്ടി നമുക്ക് കിടന്നുറങ്ങാനും അതേപോലെ തന്നെ നമ്മൾ ആവശ്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു വണ്ടി എടുക്കുന്നു. എന്നിട്ട് നമ്മൾ അത് മൊത്തം കാശൊക്കെ സ്പെൻഡ് ചെയ്ത് സെറ്റാക്കിയിട്ട് നമ്മൾ അതെടുത്ത് എവിടേക്കാന്ന് വെച്ചാൽ യാത്ര പോകുന്നു. അങ്ങനെയുള്ള യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അതിപ്പോൾ കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലം ഒക്കെ വലിയ ചർച്ചകളൊക്കെ ആയിട്ടുണ്ട്, ന്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്തായാലും നമ്മൾ അവിടേക്കൊന്നും പോകുന്നില്ല. നമ്മൾ പോകുന്നത് നേരെ അമലിൻ്റെ അടുത്തേക്കാണ്. അമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഈ വണ്ടിയുടെ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചിലവൊന്നും അല്ലല്ലോ. നമുക്ക് ഡീസലും പെട്രോളും കാര്യങ്ങളൊക്കെ വേണം. ഇതൊന്നും ഇല്ലാതെ ഒരു ക്യാമ്പർ ലൈഫ് അല്ലെങ്കിൽ ഒരു കാരവൻ ലൈഫ് അമൽ അങ്ങ് സെറ്റ് ചെയ്തു എന്നുള്ളതാണ്. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല യാത്ര എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും അങ്ങനത്തെ ഒരു മൊത്തം സെറ്റപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമലിൻ്റെ അടുത്ത് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അമലിനെ ഒന്ന് പരിചയപ്പെടാം. സോ അമലിൻ്റെ കോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ഹലോ, കണക്ട് ആയിട്ടില്ല കേട്ടാ, നമുക്കൊന്നുകൂടി വെയിറ്റ് ചെയ്യാം. അവിടെ പ്രൊഡ്യൂസർ സന്തു അവിടെ തലകുത്തി മറിഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ കണക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കോള് കണക്ട് ആയി തോന്നുന്നു. ഹലോ
ഹലോ, ഗുഡ് മോർണിംഗ്. വെരി വെരി ഗുഡ് മോർണിംഗ്. ഇത് അമലാണോ? അതെ, അമലാണ്. ഇപ്പൊ എവിടെയാണ്? ഇപ്പൊ വീട്ടിലാണ്. ഇത് അമലായിട്ട് ഉണ്ടാക്കിയ വീട്ടിലാണോ അതോ അമലിന്റെ ശരിക്കുള്ള വീട്ടിലാണോ? ഞാന് എന്റെ ഇപ്പൊ നിക്കണ വീട്ടിലാണ്. ഞാൻ ഉണ്ടാക്കിയ വീട് പുറത്തുണ്ട്. ഓക്കെ. ഇങ്ങനത്തെ ഒരു ചോദ്യം ഇപ്പൊ അമലിനോട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. കുട്ടിക്കാലം തൊട്ട് കണ്ടുവന്നിട്ടുള്ള കാര്യമാണ്. ഐസ് കാൻഡി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സൈക്കിളിന്റെ ബാക്കിൽ ഒരു ബോക്സ് വെക്കും, മീൻ വിൽക്കാൻ വേണ്ടിയിട്ട് ബോക്സ് വെക്കും. അങ്ങനെ പല രീതിയിൽ നമ്മൾ സൈക്കിളിന്റെ ബാക്കിൽ ഈ ബോക്സ് വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ അമലിന്റെ സൈക്കിളിന്റെ ബാക്കിൽ വെച്ചിരിക്കുന്ന ഒരു വലിയ ബോക്സ് ആണ്. ആ ബോക്സ് ഇത്തിരി ഡിഫറെന്റ് ആണ്. എന്താണ് ആ ബോക്സിന്റെ പ്രത്യേകത? ആ ബോക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനും ഭക്ഷണം പാകം ചെയ്യാനും ഒക്കെ പറ്റും. പിന്നെ അതേപോലെ തന്നെ സഞ്ചരിക്കാനും പറ്റും നമുക്ക്. അതായത് ഒരു മിനി കാരവൻ ആണ്. സൈക്കിളിന്റെ ബാക്കിൽ ഒരു കാരവൻ പണിയാം എന്നുള്ളതിന്റെ ഐഡിയ എവിടുന്ന കിട്ടിയ? ഐഡിയ കിട്ടിയത് എന്ന് പറയുമ്പോ യാത്ര ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പോ പത്ത കണ്ടീഷനില് പെട്രോളിന്റെ വിലയൊക്കെ അറിയാലോ. അപ്പോ എങ്ങനെ ചെലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ പോണം അങ്ങനെ ചിന്തിച്ചപ്പോ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഐഡിയ കിട്ടി. ഞാൻ ആദ്യം കാളവണ്ടി, പിന്നെ കുതിരവണ്ടി, അതൊക്കെ ആകുമ്പോ നമുക്ക് ഭയങ്കര ചെലവ് കൂടിയ പരിപാടിയാണ്. അങ്ങനെ പിന്നെ സൈക്കിളിലേക്ക് നോക്കി. സൈക്കിളിൽ പിന്നെ എന്തെങ്കിലും ഇതേപോലെ സേഫ്റ്റിയുടെ ഇതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് എത്തിയത്. അടിപൊളി. അമലിന് എത്ര വയസ്സായി? എനിക്കിപ്പോ 21 21ാമത്തെ വയസ്സിൽ സൈക്കിളിന്റെ ബാക്കിൽ കാരവൻ പണിത ആളാണ്. ഇതിന് എത്ര രൂപയായി? ഇതിപ്പോ ഏകദേശം എല്ലാതും ടോട്ടലായിട്ട് ഒരു 1.30 അങ്ങടായി. അപ്പൊ വീട്ടുകാരുടെ സപ്പോർട്ട് ഭയങ്കര സ്ട്രോങ് ആണ്. വീട്ടുകാരിപ്പോ സപ്പോർട്ടാണ്. ആദ്യമൊന്നും സപ്പോർട്ട് ഉണ്ടാകുന്നില്ലേ. ആദ്യം ഇത് പണിഞ്ഞ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടപ്പോൾ അവർക്ക് അറിയാത്തോണ്ടാവും. പിന്നെ ഇപ്പൊ സപ്പോർട്ട് ഉണ്ട്. അടിപൊളി. വീട്ടുകാരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പകുതി കാര്യങ്ങൾ ഓണായി എന്നുള്ള ഒരു സെറ്റപ്പിലാണ്. അപ്പോൾ അമലിന്റെ ഈ ഒരു കാരവനെ കുറിച്ച് കൂടുതൽ നമുക്ക് ചോദിച്ചറിയണ്ടേ. അമൽ ഇവിടെ തന്നെ ഉണ്ടാവും, എന്റെ ഒപ്പം തന്നെ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ് ലൈനിൽ കണക്റ്റഡ് ആയിട്ട് ഉണ്ടാവും. അപ്പൊ ഒരു 1-2 സോങ്സ് ഗ്യാപ്പിൽ കാർത്തിക് വിൽ ബി 9:41 on the clock. ഞാൻ കാർത്തിക് ഓൺ റേഡിയോ മാംഗോ 92.7 ആൻഡ് നമ്മളൊരാളെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അമൽ എന്നാണ് പേര്. അമൽ ഉണ്ടല്ലോ സൈക്കിളിന്റെ പിന്നാലെ ഒരു ചെറിയ കാരവൻ പോലെ അങ്ങ് പണിതു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോളിന്റെയും കാര്യങ്ങളൊക്കെ റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ഒരു യാത്രയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ സൈക്കിൾ ഔട്ടിട്ട് തന്നെ പോകാം. ക്ഷീണിക്കുകയാണെങ്കിൽ സൈക്കിൾ സൈഡാക്കുന്നു. എന്നിട്ട് ഈ ബാക്കിൽ ഒരു വലിയ പെട്ടിയാണ് സൈക്കിളിന്റെ ബാക്കിൽ. അപ്പോൾ ആ വലിയ പെട്ടിയായിട്ടുള്ള കാരവൻ്റെ ഉള്ളിൽ കയറി കിടക്കാം. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു കാരവനിൽ അത്യാവശ്യം എല്ലാ സെറ്റപ്പും ഉണ്ട് അല്ലെ അമലെ? വാഷ്റൂം ഞാൻ ഉദ്ദേശിക്കുന്നത് കെമിക്കൽ ടോയ്ലറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. കെമിക്കൽ ടോയ്ലറ്റ് ഞാന് പുറത്തുനിന്ന് ഒരാള് തരാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അടിപൊളി. ഓക്കെ. അത്യാവശ്യം ഇപ്പൊ അമലിന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാലും അമലിന് താമസിക്കാൻ ഒരു വീടായി. അത് ഒരു വീടായി. ഇതിപ്പോ ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ചൂടില്ലല്ലോ. പക്ഷെ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് തന്നെ നല്ല ചൂടാണ്. കേരളത്തിൽ ഈ ഒരു സമയത്തിനേക്കാൾ കൂടുതൽ ചൂട് ഇനി വരാൻ പോകുന്ന കാലത്താണ്. അപ്പോ ചൂട് കാലത്ത് കയറി കിടക്കുന്ന സമയത്ത് തണുപ്പിക്കാനായിട്ട് AC ഒക്കെ ഉണ്ട് അതിന്റെ ഉള്ളിൽ? AC ഇല്ല. AC നമുക്ക് വേണമെങ്കിൽ വെക്കാം. പക്ഷെ അതിപ്പോ ഭയങ്കര ചെലവ് കൂടും. ഇപ്പൊ ഈ ചൂട് കാലത്താണെങ്കിൽ കയറി കിടക്കുമ്പോ ഫാൻ ഉണ്ടോ? ഫാന് ഇല്ല. ഇപ്പൊ പണിക്ക് വർക്ക് പെൻഡിങ് ആയിട്ടാണ് നിക്കുന്നത്. സോളാർ വെക്കണം, ഫാനും ലൈറ്റ്, പിന്നെ മോട്ടർ, അങ്ങനെ കുറച്ച് പണികളുണ്ട്. ഞാനൊക്കെ ഇപ്പൊ അത്യാവശ്യം സൈസ് ഉള്ള ഒരാളാണ്. സൈക്കിളൊന്നും അങ്ങനെ എല്ലാ ദിവസവും ചവിട്ടുന്ന ഒരാളല്ല. അപ്പൊ എന്റെ അടുത്ത് പെട്ടെന്ന് ഒരാൾ സൈക്കിൾ തന്നിട്ട് ചവിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞാൻ ഏകദേശം 2 മിനിറ്റിൽ നല്ലപോലെ കിതയ്ക്കും. സാധാ സൈക്കിൾ ചവിട്ടാൻ ഇത്രയും കഷ്ടമാണ്. ഇത് ഇത്രയും വലിയൊരു വീടൊക്കെ സൈക്കിളിന്റെ ബാക്കിൽ വെച്ച് ചവിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സാധിക്കണത്? ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു പുള്ളിങ് ഭയങ്കര കഷ്ടമായിരിക്കുമല്ലോ. ഇത് ചവിട്ടുമ്പോ നമുക്ക് സാധാ റോട്ടിലൊക്കെ പോകുമ്പോ നമുക്ക് ഒരു സൈക്കിൾ ചവിട്ടണ പോലെ തോന്നുള്ളൂ. വെയിറ്റ് നമുക്ക് അധികം ഫീൽ ചെയ്യില്ല. കയറ്റൊക്കെ കയറുമ്പോഴാണ് നമുക്ക് വണ്ടിയുടെ വെയിറ്റ് അറിയാൻ പറ്റുള്ളൂ. പിന്നെ 3 വീലുള്ള കാരണം കുറച്ച് കൺട്രോൾ ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഒന്ന് ചവിട്ടി നമുക്ക് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലാണ്ട് ചവിട്ടാനായിട്ട് പറ്റും. അപ്പൊ അമൽ ഇപ്പൊ അതില് എക്സ്പേർട്ടായി. ഇപ്പൊ എക്സ്പേർട്ടായി. ആദ്യമൊക്കെ ചവിട്ടുമ്പോ എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പേടിയായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് 3 വീലുള്ള ഒരു ചവിട്ടുന്നത്. പിന്നെ ബാക്കിൽ ഇതുള്ള കാരണം വെയിറ്റ് ഉണ്ടാവോ, അങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ ഇവിടെ കൊണ്ടൊന്ന് ചവിട്ടി ഇപ്പൊ ഡെയിലി ഓരോ ആൾക്കാർ വന്നിങ്ങനെ വീഡിയോ എടുക്കണമെന്ന് പറയുമ്പോ എന്റെ വീടിന്റെ അവിടെ ഉള്ള ഒരു പറമ്പിക്കാണ് കൊണ്ടുപോകുക. ഡെയിലി ചവിട്ടി എനിക്ക് എക്സ്പീരിയൻസ് ആയി. അടിപൊളി. അല്ല അമലെ, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഈ 3 ചക്രമുള്ള സൈക്കിൾ, അതും ഈ കാരവാനൊക്കെ ബാക്കിൽ വെച്ച് പോകുമ്പോ ഇതിന് ലൈസൻസ് സ്പെഷ്യൽ പോലീസിന്റെ വല്ല പെർമിഷൻ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടോ? അതൊക്കെ അന്വേഷിച്ചിട്ടുണ്ടോ? ഞാൻ അന്വേഷിച്ചു. അപ്പൊ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനുള്ള വണ്ടികളാണെങ്കിൽ MBDയുടെ കാര്യങ്ങളൊക്കെ ഉള്ളൂന്ന് പറഞ്ഞ. പെട്രോളും ഡീസലൊക്കെ യൂസ് ചെയ്യണാണെങ്കിൽ. ഇതിപ്പോ സൈക്കിളായ കാരണം കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ചവിട്ടുമ്പോ ബ്ലോക്ക് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോ അവർക്ക് കേസെടുക്കാനുള്ള ഒരു കാര്യമൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. എന്താ അതിന് വിളിക്കുന്നത്? കാരവൻ സൈക്കിൾ എന്നാണോ? എന്താ? ട്രൈ സൈക്കിൾ ക്യാമ്പർ, അതാണ് ഞാൻ ട്രൈ
ട്രൈസൈക്കിൾ ക്യാമ്പർ. ഓക്കെ, അപ്പൊ ഈ ട്രൈസൈക്കിൾ ക്യാമ്പർ കൊണ്ട് അപ്പുറത്തെ പറമ്പ് വരെ പോയാൽ മാത്രം മതിയോ? എവിടെ പോകാനാണ് ഉദ്ദേശം? ഇപ്പൊ എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കേരളത്തിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാനാണ്. വിചാരിച്ച പോലെ നടക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യ പോകും. പിന്നെ അല്ല, അപ്പൊ അമൽ പണിത ഈ ട്രൈസൈക്കിൾ ക്യാമ്പർ കൊണ്ട് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ പോകാൻ പറ്റട്ടെ. ഏത് ട്രിപ്പ് പോകുമ്പോഴും റൈഡ് സേഫ്, ബി സേഫ്, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഓക്കെ, താങ്ക് യു. പിന്നല്ല, അപ്പൊ സംഭവം എന്തായാലും ഇതുപോലെ തന്നെയാണ്. നമ്മളൊരു ഡ്രീം കാണുന്നു, ആ ഡ്രീം അങ്ങ് ഫുൾഫിൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളുടെ ബേസിക് കോൺസെപ്റ്റ്. അത് ഫുൾഫിൽ ചെയ്യാൻ ചില ആൾക്കാർ അങ്ങ് വിട്ടുപോകും. അത് വിട്ടുപോവാതെ മുന്നോട്ട് പോകുമ്പോൾ അമലിനെ പോലെ ആവും. അപ്പോൾ ചേസ് യുവർ ഡ്രീംസ്, അത്രേ ഉള്ളൂ. ഷാർപ്പ് 10 o'clock ഇവിടെ എത്തും ശില്പ വിത്ത് ടൈം പാസ്. ആൻഡ് എനിക്ക് അമലിന്റെ ഈ മൊത്തം സ്റ്റോറിയൊക്കെ കേട്ടിട്ട് അത്യാവശ്യം അസൂയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സൈക്കിൾ അത് ചവിട്ട് തന്നെ വേണം എന്ന് ആലോചിക്കുമ്പോഴാണ് ആ അസൂയക്ക് ഒരു ചെറിയ ശാന്തത കിട്ടുന്നത്. എന്തായാലും ഇതുപോലൊക്കെ തന്നെ നമ്മൾ എന്തെങ്കിലും ഇന്നോവേറ്റീവായിട്ട് ചുറ്റും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, റെക്കഗ്നൈസ് ചെയ്യപ്പെടണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സ്റ്റോറി എന്നെ അറിയിക്കാം. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ടു RJ കാർത്തിക്, RJKARTHIKK. അങ്ങനെ നിങ്ങളെല്ലാവരും റേഡിയോ മാംഗോയിൽ ഞാൻ സംസാരിച്ച കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ വണ്ടി പുറത്തേക്ക് കൊണ്ടുപോകണം. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ മെല്ലെ റെഡി ആയി വരുന്നുണ്ട്. റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യണമായിരിക്കും. പിന്നെ എന്തൊരു പറയാനുള്ളത്? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പൊ ഒന്നും പറയാനില്ല. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പറയാനുള്ളൂ. പക്ഷേ എനിക്കിന്ന് വേറെന്തോ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, ഞാനത് മറന്നു. അപ്പോൾ എല്ലാവരും വോയിസ് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് തോന്നിയിട്ട് നിങ്ങൾ രേഖപ്പെടുത്താം. പിന്നെ വേറെ ടൈപ്പ് വല്ല വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ജിപ്സിയുടെ അല്ലാണ്ട് വേറെ വല്ല ടൈപ്പ് വീഡിയോകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്യണമായിരിക്കും. ഞാനിപ്പോൾ വണ്ടിയുടെ മാത്രം വീഡിയോ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും വണ്ടിയുടെ വീഡിയോ കാണാൻ വേണ്ടി വന്നുള്ളതെന്ന് എനിക്കറിയാം. അപ്പോൾ അത് കാരണമാണ് ഞാൻ വണ്ടിയുടെ വീഡിയോ മാത്രം ചെയ്യണത്. പക്ഷേ വർക്ക് പെൻഡിങ് ആയ കാരണം നമുക്ക് ഇവിടുന്ന് വണ്ടി പുറത്തേക്ക് ഇറക്കി കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യേണ്ടത് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അത് കാരണം നമ്മൾ വണ്ടിയുടെ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആവണത്, 2-3 ദിവസം കൂടുമ്പോൾ ലേറ്റായിട്ട് വീഡിയോ ഇടണത്. പക്ഷെ അതല്ലാണ്ട് വേറെ വല്ല വീഡിയോസ് വേണമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പരമാവധി എൻ്റെ കഴിവിന് പരമാവധി ഞാൻ ചെയ്യണേ. ഞാൻ വെറുതെ വീഡിയോ ഒന്ന് എടുത്തിടാന്ന് വെച്ചതാണ്. അപ്പോൾ ഇവൻ വന്നിട്ട് ഇവനെ സൈക്കിൾ വീണ്ടും ചവിട്ടണമെന്ന്. അപ്പോൾ പിന്നെ ഡെയിലി വണ്ടി ചവിട്ടണത് നല്ല കാര്യമാണ്. അപ്പോൾ അത് കാരണം ഞാൻ ചവിട്ടിക്കോളം വന്നത് വീണ്ടും റോട്ടിക്ക് ഇറക്കിയേക്കാണ്. നീ ചവിട്ടിക്കോട്ടോ. എടുത്തോടത്തോ, നീ എടുത്തറ. ഈ ഗട്ടറിൽ നീ ഇപ്പോഴല്ല ആദ്യമായിട്ടില്ലേ ചവിട്ടണ? സൈഡ് നോക്കിയിട്ട് പൊക്കോളോട്ടാ. ലെഫ്റ്റ് ഇട്ടാ, ലെഫ്റ്റ്. ആ വണ്ടി വരുന്നുട്ടാ. അവൻ ചവിട്ടണക്കാരനെ ചെറിയൊരു പേടി, അങ്ങനെ വണ്ടികൾ വരുന്നകാരനെ. ഇവൻ്റെ പ്രായത്തിൽ ഇങ്ങനത്തെ ഒരു വണ്ടി ഞാൻ ചവിട്ടിയിട്ടില്ലേ. അത് വെച്ച് നോക്കുമ്പോൾ അവന് ഭാഗ്യ. ആ ടിപ്പർ വരണ്ടാ. മെല്ലെ എടുത്താൻ വേണ്ടിട്ടാ കെട്ടറാ. എടുത്തോ നീ റൈറ്റിക്ക് എടുത്തോ. ആ നേരെ വിട്ടോ, ബാക്കിൽ വണ്ടി ഒന്നുമില്ല, എടുത്തോ. ഓടിച്ചോ. ചെക്കൻ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് കയറി. ഓടിക്കാൻ ഒരു പൂതി, അപ്പോൾ ഓടിച്ചോട്ടെ എന്ന് വെച്ചു. നീ ഇങ്ങനെ ബാക്കിൽ മിണ്ടാണെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ഇവൻ ആരാ, അവനെന്താ പരിചയപ്പെടുത്താത്ത. പേര് പറയടാ. എൻ്റെ പേര് ഹസൻ. നിന്റെ ഇവിടെ തന്നെയല്ലേ വീട്? നീ എന്തിനാ പഠിക്കണ? ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കണം. നീ അവൻ്റെ ഒപ്പം തന്നെയാ? നീ അവൻ്റെ ക്ലാസ്സിലാണ് പഠിക്കണ? ഞാൻ വേറെ ക്ലാസ്സിൽ. നീ വേറെ ക്ലാസ്സിലാ? നീ ചവിട്ടുണ്ടോ വണ്ടി? ചവിട്ടിക്കറ, കുഴപ്പമില്ലേ. അവന് നല്ല പ്രാന്ത സൈക്കിൾ ഓട്ടാൻ മോനെ. എന്നെക്കാളും പ്രാന്തട അവന്. തമാശല്ല. ഇപ്പോൾ കണ്ടില്ലേ വന്നിട്ട് സൈക്കിൾ ഓട്ടെന്ന് പറഞ്ഞാൽ അതിന് അങ്ങടെ അറ്റത്തേക്ക് പോവാൻ. എന്താ ചെയ്യുക, അസല് പ്രാന്ത അവന്. ശരിക്കും എനിക്ക് പറ്റിയതല്ല, അവന് പറ്റിയതാ വണ്ടി. എനിക്ക് കുറേ ചവിട്ടി കഴിഞ്ഞാൽ കിതക്കല്ല, എന്താ പറയുക,
നമുക്ക് എന്താ പറയാ കാല് കടയ ഇവൻ അങ്ങനത്തെ ഒരു വിഷയല്ലേ. ഇവൻ കഥയ്ക്കൂല കാലും കടയില്ലേ ഒരു വണ്ടി കിട്ടിയാലും അങ്ങനെ തന്നെ. ആടാ ഇവൻ ഇങ്ങനെ ഇതെങ്ങനെ എനിക്കറിയില്ലട്ടോ ഇവൻ ഇങ്ങനെ ഇത്ര അധികം ചവിട്ടണമെന്ന്. സമ്മതിക്കന്നെ വേണം. അവ അവിടെ പോയിട്ട് വരട്ടെ, നമുക്കിവിടെ നിൽക്കാം. 2-3 പിള്ളേർ വരുന്നുണ്ട്, കിട്ടുകയാണെങ്കിൽ നമുക്ക് വീഡിയോയിൽ എടുത്തിട്ടാട്ടോ. അപ്പോൾ അവൻ ചവിട്ടിക്കോട്ടെ എന്ന് ഞാൻ വെച്ചു. അപ്പോൾ അത് കാരണമാണ് അവൻ ചവിട്ടിയിട്ടെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വണ്ടി എടുത്തോണ്ട് വന്നത്. ആ മൂപ്പരാളെ അറ്റത്ത് പോയി അവിടെയൊക്കെ ചവിട്ടിയതുണ്ട്. ഞാൻ ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ എന്തരാ FM ഇല്ലേ, എന്നിട്ട് അതിൻ്റെ പറഞ്ഞ അയ്യോ മാംഗോ FM, റേഡിയോ മാംഗോ എന്ന് വിളിച്ച വീഡിയോ ഇടാന്നാണ് വെച്ചിട്ടുണ്ടാകുന്നത്. പക്ഷേ 2 പിള്ളേർ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയപ്പോൾ ജസ്റ്റ് അത് ഒരു ക്ലിപ്പ് ഇതിലിടണു മാത്രം. എങ്ങടാ വീഡിയോയിൽ വെക്കണ്ട നിനക്ക്. അച്ഛനാണ് നമ്മളെ വണ്ടിയുടെ ലോഗോ ചെയ്തത്. എന്താ നിന്റെ പേര്? സാഹിൽ. നീ എന്തിനാ പഠിക്കുക? എന്തിനാ പഠിക്കണേ? 8ാം ക്ലാസ്സിൽ. 8ാം ക്ലാസ്സിലായിട്ടുള്ളൂ. എവിടെ പഠിക്കണേ? വേലൂര്. ഇതാ കാണാട്ടത് അവൻ്റെ വീട്. ഇതാ കാണാണ് നമ്മുടെ വണ്ടിയുടെ ലോഗോ ഒട്ടിച്ചെന്ന്. ഇത് നിന്റെ അനിയനാ? എന്താ പേര്? നീ എത്രയല്ലേ പഠിക്കണേ? 3. എവിടെ? വേലൂര് തന്നെ പഠിക്കണേ? എവിടെ? ബ്രഹ്മകുളം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ കൊറോണ കാര്യ ക്ലാസ് ഒന്നും ഇല്ലല്ലേ? നീ വണ്ടി കാണാൻ വന്നതാ? പറയടാ, എന്തേലും പറയേ. ചവിട്ടണില്ലേ? എന്താ ചവിട്ടി നോക്ക്. എന്നാ ചവിട്ടിക്കോ. ഇന്നത്തെ ഒരു ദിവസം നമ്മൾ പിള്ളേർക്ക് വേണ്ടി വണ്ടി കൊടുത്തേക്കാണ്. അവരെന്താണ് ചെയ്തോട്ടെ, എനിക്ക് വിഷയമല്ല. പക്ഷെ വീണിട്ട് പരിക്കൊന്നും പറ്റാണ്ടിരുന്നാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലേ. അവർ ചവിട്ടട്ടെ, അവർ കളിക്കട്ടെ. ചവിട്ടണ്ട, നീ ചവിട്ടി വെക്കണ്ട. അവന് ചവിട്ടണമെന്ന് പറഞ്ഞപ്പോഴേ കൊണ്ടുവന്നതാ. അവന് ഭ്രാന്താ, അത് വേറെ വിഷയം. ഇങ്ങനെയുണ്ടാ യാത്ര വണ്ടിയുള്ളത്? ഇങ്ങനെയുണ്ട് വണ്ടിയുള്ള യാത്ര? പറയണം എന്തേലും. വണ്ടി കൊണ്ട് എത്ര മണിക്കൂർ പോയിൻ്റെ അവിടെ ചവിട്ടീൻ്റെ ആവും? റൗണ്ടാ? ഒരു 10-15 റൗണ്ട് അല്ലേ? എങ്ങനെയായാലും ഒരു 1 മണിക്കൂറിന് 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മളവിടെ നിന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കുട്ടിയും അതിൻ്റെ അമ്മയും പിന്നെ അവൻ്റെ അനിയത്തിയും ഇവൻ്റെ അനിയനല്ലേ അനിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല നമ്മൾ. വേറെ ലാഭം അങ്ങനെ വീഡിയോയിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്ന് വന്നത് ഇവിടെ ഇരിക്കുക, റെസ്റ്റ് എടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. വേറെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ തന്നെ.